ഇന്ത്യയിൽ ജൻസി കലാപത്തിന് ആളെ കൂട്ടുന്ന CJPയുടെ സ്ഥാപകനാണ് അഭിജിത്ത് ദീപ് കെ. US-ൽ ഇരുന്നാണ് CJPയുടെ നീക്കങ്ങൾ അഭിജിത്ത് ദീപ് കെ ആസൂത്രണം ചെയ്തത്. എന്നാൽ ഇപ്പോൾ US-ൽ നിന്ന് അഭിജിത്തിനെ ഡീപ്പോർട്ട് ചെയ്തുവെന്ന പ്രചാരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. വിസ ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ അഭിജിത്തിനെ US ഡീപ്പോർട്ട് ചെയ്തുവെന്നടക്കമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. വെള്ളിയാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ ദീപ് കെയെ നാട് കടത്തിയോ അല്ലെങ്കിൽ വിസ ദുരുപയോഗം ചെയ്തതായോ US അധികൃതർ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളിനോട് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ സർക്കാരിന് അത്തരമൊരു വിവരം ലഭിച്ചിട്ടില്ല എന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവിന്റെ മറുപടി. നിലവിൽ അഭിജിത്ത് ദീപ് കെ ലക്ഷ്യം കലാപം തന്നെയാണ്. അതായത് നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ് പോലെ ഒരു ജൻസി കലാപം ഇന്ത്യയിൽ നടത്തുക, അതാണ് അഭിജിത്ത് ദീപ് കെയുടെ ലക്ഷ്യം. ഡൽഹി പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നതിനാൽ CJP നടത്തിയ പ്രതിഷേധം സമാധാനപരമായിരുന്നുവെങ്കിലും രാജ്യത്ത് രക്തച്ചൊരിച്ചിൽ ഉണ്ടാകണമെന്നായിരുന്നു CJPയുടെ ആഹ്വാനം. CJP ആദ്യം വിചാരിച്ചത്, അവരുടെ ആദ്യം കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് പോലീസിന് ചെന്ന് അനുമതി ചോദിക്കുമ്പോൾ പോലീസ് അനുമതി നൽകില്ല, അത് വെച്ചിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ഒരു കലാപം നടത്താം എന്നായിരുന്നു ഇവർ കണക്കുകൂട്ടിയത്. പക്ഷെ അതെല്ലാം ഡൽഹി പോലീസ് പൊളിച്ചടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. രക്തച്ചൊരിച്ചിലും അതോടൊപ്പം തന്നെ ആക്രമവും കൂടാതെ ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. അധികാരത്തിൽ ഇരിക്കുന്നവർ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കുന്നവരാണ് എന്നാണ് CJPയുടെ വാദം. ഇന്ത്യയിൽ നേപ്പാൾ ശൈലിയിലുള്ള ജൻസി കലാപം വേണമെന്നാണ് കോക്രോച്ച് ജനറ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം. നേപ്പാളിലെ യുവാക്കൾ പോലീസ് നടപടിയോ ലാത്തി ചാർജിനെയോ ഭയപ്പെടാതെ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതായും ഇന്ത്യൻ യുവാക്കളോട് അതേ രീതിയിൽ ഒന്നിച്ച് മുന്നോട്ടു പോകാനുമാണ് ആഹ്വാനം. ഇന്ത്യൻ ജുഡീഷ്യറിയെ അട്ടിമറിക്കാനുള്ള ആഹ്വാനവും CJPക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ യുവാക്കൾ എത്താതിരുന്നതും പാർട്ടികളെ വിഷമത്തിലാക്കി. JNUവിൽ നിന്നുള്ള SFIയും അതോടൊപ്പം തന്നെ MSFും തുടങ്ങിയ ചില ജിഹാദി വിദ്യാർത്ഥി സംഘടനകൾ മാത്രമാണ് എത്തിയത്. അതൊഴിച്ചാൽ വലിയ ചലനങ്ങളൊന്നും CJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ അഭിജിത്ത് ദീപ് കെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ, അതായത് ജന്തർ മന്ദിറിൽ വെച്ച് തന്നെ പ്രതിഷേധം നടക്കുന്ന സമയത്ത് തന്നെ ബോധം കെട്ട് വീഴുന്ന അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയും ഉണ്ടായി. ഫോളോവേഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ ലൈക്കിൻ്റെയും എണ്ണം നോക്കി ഇത് പ്രവർത്തകരാകുമെന്ന് കയറിയ പാർട്ടികൾക്ക് അബദ്ധം പറ്റി എന്നാണ് ചുരുക്കം. മാത്രമല്ല, ഫോട്ടോയിൽ കണ്ട അഭിജിത്തിനെ കാത്തു നിന്നവർക്ക് നേരിൽ കണ്ട അഭിജിത്ത് ദീപ് കെ ആണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു സൂചന. CJP കുറച്ച് പൈസ ഇറക്കി ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇത്രയും കാലം പ്രതിഷേധം നടത്തിയിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതായത് കർഷകരാണെന്ന് വ്യാജേന അല്ലെങ്കിൽ ഓരോ സമരങ്ങൾ നടത്തിയ ആളുകളെന്ന് പറയുന്നതിനാൽ പൈസ കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് ഫുഡ് ഓഫർ ചെയ്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് ഓഫർ ചെയ്തുകൊണ്ടാണ് അവർ ഈ സമരത്തിനായിട്ട് പ്രതിപക്ഷം എത്തിച്ചുകൊണ്ടിരുന്നത്. അതേ രീതിയിൽ തന്നെ CJP പൈസ കൊടുത്ത് കുറേ ആളുകളെ ഈ ഏജൻസികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്തിച്ചിരുന്നു. CJP വക്താവായി രംഗത്ത് വന്ന സൗരവ് ദാസ് ഉമർ ഖാലിദിന്റെ ഒറ്റ ചങ്ങാതിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. 53 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഡൽഹി കലാപത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഉമർ ഖാലിദ്. ബംഗാളിലെ സിലിഗുരി എന്ന ഇടുങ്ങിയ പ്രദേശത്ത് കല്ലും വടിയും കൊണ്ട് വഴിമുടക്കി 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുമെന്ന് ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഭാഷയിൽ പ്രസംഗിച്ച അപകടകാരിയായ ഒരു ഇടത് നേതാവാണ് ഈ പറയുന്ന ഉമർ ഖാലിദ്. ഇപ്പോൾ തിഹാർ ജയിലിൽ കിടക്കുന്ന ഉമർ ഖാലിദിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് സൗരവ് ദാസ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉടമസ്ഥരായ യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഭാഗമായ യങ് ഇന്ത്യ ഫൗണ്ടേഷൻ 2024 സൗരവ് ദാസിനെ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. ഈ പുരസ്കാരം കൊടുത്തത് മോദി വിരുദ്ധ ജേർണലിസ്റ്റായ ഭർക്കാദത്താണ്. പുരസ്കാരം എന്തിനാണെന്നറിയാവോ? അത് 2024 തെരഞ്ഞെടുപ്പിനെ പരിവർത്തനം ചെയ്ത 30 യുവ ഇന്ത്യക്കാരിൽ ഒരാളാണ് സൗരവ് ദാസിനെ തെരഞ്ഞെടുത്തത്. അതായത് അതോടുകൂടി തന്നെ മനസ്സിലായി ഈ CJP ഇന്നലെ നടത്തിയ പ്രതിഷേധം അത് ആരുടെ പിന്നിലുള്ള ഒരു തിരക്കഥയാണ്. അതായത് അമേരിക്കയിലെ ജോസ് സോറസിന്റെ NGO സംഘടനകളുടെ ഒരു പിന്തുണ, അവരുടെ ഒരു തിരക്കഥയാണ്. ഇതിന്റെ പിന്നിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ളവർ ഉണ്ട് എന്നതിന്റെ ഒരു തെളിവാണ് ഇന്നലോടുകൂടി പുറത്തു വന്നത്. അവർ 7 ദിവസം ഈ പ്രതിഷേധമൊക്കെ നടക്കും. ഇനി അടുത്ത ശനിയാഴ്ചയാണ് ഇനി അടുത്ത പ്രതിഷേധം എന്നാണ് പറയുന്നത്. എന്തായാലും ഡൽഹി പോലീസ് മിക്കവാറും അഭിജിത്ത് ദീപ് കെ കസ്റ്റഡിയിൽ എടുക്കാം. അതിന് മുമ്പേ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവരുടെ പിന്നാമ്പുറത്ത് രാജ്യദ്രോഹപരമായ ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ടെന്ന് IBക്ക് ഒരു അനൗദ്യോഗികമായ ഒരു ത്രെഡ് കിട്ടിയിട്ടുണ്ട്.